ഗുഡ് ഈവനിങ്. പാട്ടുപാടാം, പാട്ടാസ്വദിക്കാം, മ്യൂസിക് തെറാപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ കണ്ടിന്യൂഷനായിട്ട് രവീന്ദ്രൻ മാഷിനെ നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രവീന്ദ്രൻ മാഷിനെ കുറിച്ച് പറഞ്ഞു. വളരെ വിദഗ്ധനായ, അല്ലേ, നല്ല പരിചയമുള്ള ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ വളരെ രസകരമാണ്. എനിക്ക് തോന്നുന്നു ഷാബു സാറിലൂടെ കേൾക്കാം. എങ്ങനെയാണ് പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ച് സിനിമ അല്ലെങ്കിൽ പാട്ട് രംഗത്തേക്ക് വന്ന് അവസാനം മനോഹരമായ ഒരു സംഗീത സംവിധായകനായി മാറുന്ന രവീന്ദ്രൻ മാഷിൻ്റെ ചരിത്രം ഷാബു സാറോട് നമുക്ക് കേൾക്കാം. അതിനുശേഷം പാട്ടുകളിലേക്ക് പോകാം. ഷാബു സാർ. നമസ്കാരം. ഓഡിബിൾ അല്ലേ? ഞാൻ അതെ, യെസ്, ക്ലിയർ ആണ്. ഓഡിബിൾ ആണ് അല്ലേ? അപ്പൊ പാട്ടുവിശേഷത്തിലേക്ക് എല്ലാവരും നമസ്കാരം. ഞാൻ ഇന്നത്തെ പാട്ടുവിശേഷത്തിന്റെ കാര്യം മറന്നു. സാബു സാറ് കുറച്ചു നേരം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചപ്പോഴാണ് അതിന്റെ കാര്യം ആലോചിച്ചത്. അപ്പൊ നമ്മള് രവീന്ദ്രൻ മാഷിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമായിരുന്നു. രവീന്ദ്രൻ മാഷെ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എവിടെ തുടങ്ങണ, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ ഓരോ സെഗ്മെന്റിലും ഓരോ തരത്തിലുള്ള ഗാനങ്ങളാണ്. അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾക്ക്. അതുപോലെ തന്നെ മെലഡി ആയാലും പറയും വേണ്ട. മെലഡി, അപ്പൊ ഞാനിന്ന് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഗാനങ്ങൾ, അദ്ദേഹത്തിന്റെ എല്ലാ ഗാനങ്ങളും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല. ആ വന്ന ഗാനങ്ങൾ മാത്രമാണ് കുറച്ച് ഗാനങ്ങൾ എടുത്തത്. അത് ഓർമ്മയിൽ വന്ന ഗാനം. അപ്പൊ ആ ഗാനങ്ങളാണെന്ന് കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് സാറൊന്ന് ഷെയർ ചെയ്യാമോ? അത് ഏതൊക്കെയാ ഗാനങ്ങൾ? സൗപർണികാമൃത ബീജികൾ. സൗപർണികാമൃത. അപ്പൊ നമ്മളെല്ലാവരും മൂകാംബിക പോയിട്ടില്ലാത്തവർക്കും വരെ ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മൂകാംബികയും അതുപോലെ തന്നെ സൗപർണികയും ഒക്കെ. മൂകാംബിക പോയിട്ടുള്ളവർ ആരൊക്കെ ഉണ്ട്? പോയിട്ടുണ്ട്. മൂകാംബിക പോയിട്ടുള്ളവര് പോവാറുണ്ട്. അടുത്തുള്ള അല്ലെ? ഓക്കെ, സന്തോഷം. അപ്പൊ പലരും മൂകാംബിക പോയിട്ടില്ലെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോ മൂകാംബികയും സൗപർണികയും ഒക്കെ ശരിക്കും നമ്മുടെ മനസ്സിൽ വരും. ഈ മനോഹരമായിട്ടുള്ള ഗാനം എഴുതിയത് നമ്മുടെ ജയകുമാർ സാറാണ് എഴുതിയത്. IAS ഉള്ള ജയകുമാർ സാറാണ്. എന്താ പറഞ്ഞ മേഡം? ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് സാർ ഇന്ന്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരു എപ്പിസോഡ് നമുക്ക് കൊണ്ടുവരാട്ടാ. കാരണം അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ജയകുമാർ സാർ എഴുതിയിട്ടുണ്ട്. അയ്യോ, ആളുടെ കാര്യങ്ങളെ കുറിച്ച്. വടക്കം വീരഗാഥയിലൊക്കെ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലേ സാറേ? നല്ല പാട്ട്. ചില പാട്ടുകളെ കേൾക്കുമ്പോൾ ആദ്യം മാത്രമേ തന്നെ നമ്മൾ പിൻവലിച്ചു. അപ്പൊ അതങ്ങനെ ചന്ദനലേപ സുഗന്ധം ജയകുമാർ സാറിന്റെ ആദ്യം കേട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഞെട്ടിത്തിരിച്ചു പോയ ചില ഗാനങ്ങൾ. അതിൽ ഒരു ഗാനമാണ് ഈ ചന്ദനലേപ സുഗന്ധം, ജയകുമാർ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, നല്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ ഒരു എപ്പിസോഡ് നമുക്ക് ജയകുമാർ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും. അതെ, അത് ചെയ്യാം. അപ്പൊ ഇന്ന് വന്നത് നമുക്ക് സൗപർണികാമൃത വീച്ചികൾ പാടും എന്നുള്ള രവീന്ദ്രൻ മാഷിന്റെ ഒരു ഭക്തിയും അതുപോലെ തന്നെ കിഴക്കുണരും പക്ഷി എന്നുള്ളൊരു സിനിമയിലല്ലേ ഇത്? മോഹൻലാല് നല്ല പടം. ഏതാ? ഇത് തെറ്റിയാണ് വന്നിരിക്കുന്നത്. തേനും വായ്പൊന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അത് സാറ് ഇവിടെ നിന്ന് എടുത്തതായിരിക്കും. ഇത് നമ്മുടെ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത കിഴക്കുണരും പക്ഷി. അതെ, മാറ്റിത്തരാം. കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പൊ അതിലത്തെ പാട്ടാണ്. അതില് ആ കിഴക്കുണരും പക്ഷി എന്നുള്ള സിനിമയില് എല്ലാം നല്ല ഗാനങ്ങളായിരുന്നു. എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളായിരുന്നു. അതിൽ തന്നെ വേറൊരു പാട്ടുണ്ട്, എന്താ, കുടജാദ്രിയിൽ കുടികൊള്ളും എന്ന് പറഞ്ഞിട്ട് വേറെ ഇത് തന്നെ ഒരു പാട്ടുണ്ട്. ജീവിതത്തിന്റെ രസം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കൂടിച്ചേരുമ്പോ കിട്ടുന്ന ഒരു സുഖം, ഒരു ഹാപ്പി, ഒരു ഇട്ടുമതി ഉണ്ട്. ഇത് നമ്മൾ മുമ്പ് കുടജാദ്രിയിൽ കൂടിക്കൊള്ളും
മോഹരി ഉപകാരിണി സർവസുപകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം അതും അതിന്റെ പാട്ട് തന്നെയാണ്. അപ്പൊ എല്ലാം വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പൊ നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കാം. സൗപർണികാമൃത വീച്ചികൾ പാടും. എല്ലാവർക്കും പാടാൻ പറ്റിയ പാട്ടാണ്. സൗപർണികാമൃത വീച്ചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. സൗപർണികാമൃത വീച്ചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീച്ചികൾ പാടും സ്വരദളം പൊഴിയുമീ മൺവീണയിൽ താരസ്വരമാ ഉണരേണം നീ താരാപദങ്ങളിൽ നിറയേണം. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനമായി. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഹനം മഹാമൗനമായി. നാദസ്വരൂപിണി കാവ്യ വിനോദിനി ദേവി ശിവഗാമിനി. സൗപർണികാമൃത വീച്ചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. ഈ പാട്ട് പാടിയിട്ടൊക്കെ കുറെ നാളായി. അത് കാരണം ഇപ്പോഴാണ് ആദ്യമായിട്ട് കുറെ നാളുകൾ എത്തിയിട്ട് പാടി നോക്കണത്. അങ്ങോട്ട് ഇതാവണില്ല, കറക്റ്റ് ആയിട്ട് സിങ്ക് ആവണില്ല. എനിവേ പാടി നോക്കിക്കോളൂ. പല്ലവി പാടാം നിങ്ങൾക്ക് എല്ലാവർക്കും. 4 പേര് പല്ലവി പാടാം. ശ്രമിക്ക സാറേ, കാരണം തൊണ്ടക്ക് സൗപർണികാമൃത വീച്ചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത ബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. സ്വരതലം പൊഴിയുമീ മൺവീണയിൽ താരസ്വരമായി ഉയരേണം നീ താരാപദങ്ങളിൽ നിറയേണം.
ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗന ഗേഹമായി. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗന ഗേഹമായി. നാദസ്വരൂപിണി കാവ്യ വിനോദിനി ദേവി ജഗദംബികേ. സൗപർണികാമൃത ബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ. ജഗദംബികേ മൂകാംബികേ ജഗദംബികേ മൂകാംബികേ. താങ്ക് യു സർ. നന്നായി പാടി. അനുഗ്രഹമുണ്ട് മാഡത്തിന്. നന്നായി പാടി. ആരാ അടുത്ത പാടുന്നേ? നന്നായി പാടി മാഡം, നന്നായി പാടി. ഓക്കെ. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ. ജഗദംബികേ മൂകാംബികേ. സ്വരതളം പൊഴിയുമീ മൺവീണയിൽ താരസ്വരമായി ഉണരേണം നീ. താരാപദങ്ങളിൽ നിറയേണം. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗന ഗേഹമായി. നാദസ്വരൂപിണി കാവ്യ വിനോദിനി ദേവി ജഗദംബികേ. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ. ജഗദംബികേ മൂകാംബികേ. ഓക്കെ, ഇനി ആർക്കെങ്കിലും 4 വരി പാടാവോ? വേണോമൽ സാർ എല്ലാവരും ട്രൈ ചെയ്തു. നമ്മള് നോക്കണ്ട. ബുദ്ധിമുട്ടാണ്, എന്നാലും നോക്കാം. സിമ്പിൾ. സ്പീഡിൽ പാടിയാൽ മതി. ഓക്കെ. സൗപർണികാമൃത ബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ. ജഗദംബികേ മൂകാംബികേ. സ്വരദളം പൊഴിയുമീ മൺവീണയിൽ താരസ്വരമായി ഉണരേണം നീ. താരാപദങ്ങളിൽ നിറയേണം. പ്രയാസ. താങ്ക് യു. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗന ഗേഹമായി. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗന ഗേഹമായി. നാദസ്വരൂപിണി കാവ്യ വിനോദിനി ദേവി ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ. ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ.
ജഗദംബികേ മൂകാംബികേ. താങ്ക് യു. ശരിക്കും ഒരു പ്രാർത്ഥന ചൊല്ലും പോലെ തന്നെയുണ്ടല്ലേ, അത്രയ്ക്ക് മനോഹരമാ പാട്ട്. ആരെങ്കിലും വേറെ ആരെങ്കിലും ഇനിയുണ്ടല്ലോ, ഉഷാകുമാരി മാം പഠിക്കും. പിന്നെ മാം. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്തതിൽ പോവാം അല്ലേ. ഷീല മേഡം പഠിക്കോ? ബീരമ്മ പഠിക്കൂ. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി. നാദസ്വരൂപിണി കാവ്യ വിനോദിനി ദേവി ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. ഓക്കെ, ബീനമ്മ വന്നിട്ടുണ്ടല്ലോ. ബീനമ്മല്ലോ. താങ്ക് യു സർ. താങ്ക് യു. ഷീലമാം പാടുന്നുണ്ടോ? പുതിയൊരു സ്റ്റാൻസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. കരിമഷി പടരുമി കൽവിളക്കിൽ. ഷീലമ ഉണ്ടോ? തിരക്കിലാണോ? ഒന്ന് നോക്കട്ടെ സാറേ. ഇത് ഞാൻ പാട്ട് ആദ്യത്തെ വരികളെ ശരിക്കറിയാവുക. ആദ്യത്തെ വരി പാടിയാ മതി. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാഗീതമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാഗീതമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്പേ ജഗദംബികേ മൂകാംബികേ. കരിമഷി പടരുമീ കൽവിളക്കിൽ കനകാംബുരമാ വിരിയേണം നീ അന്ധനാളമായി തെളിയേണം. ആകാശമിരുളുന്നരവരാന്നമായി ആരണ്യകങ്ങളിൽ കാലിടറി കൈവല്യദായികേ സർവാത്മസാധികേ അമ്മേ സുരവന്ദിതേ ഭുവനേശ്വരി. ഓക്കെ സർ. ഓക്കെ, ഗുഡ്. അടുത്ത നോക്കി. പാടുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിപ്പോ. വികാര നൗകയുമായി അമരത്തിലെ പാട്ട അല്ലേ ഷബിസറ? യെസ്. ഓക്കെ, വികാര നൗക. അപ്പോ അടുത്ത നമ്മുടെ ഭരതന്റെ ഒരു സിനിമയാണ് അല്ലെ വികാര നൗക. ഈ പടമൊന്നും ആർക്കും മറക്കാൻ സാധിക്കില്ല. ഈ സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഏതോ പടം? അമരം. അമരം.
മമ്മൂട്ടിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിങ് എന്നൊക്കെ പറയില്ലേ, അദ്ദേഹത്തിന്റെ ഒരു 10 ചിത്രങ്ങൾ എടുത്ത അമരം നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. മമ്മൂട്ടി മാത്രമല്ല, അത് എല്ലാവരും അല്ലേ, എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചു. തകർത്ത ഇതില് ഗോപി ഉണ്ടായിരുന്നോ? മുരളി മുരളി ഗോപി ഉണ്ടായിരുന്നു തോലോ. അശ്വതി ബാബു തിരുവല്ല പ്രൊഡ്യൂസ് ചെയ്തു. അവസാനം കടലും അതായത് മകള് പോയി, തന്റെ പ്രണയം പോയി, പ്രണയത്തിന് വേറൊരാൾ കല്യാണം കഴിച്ചു, മകള് വേറൊരാളുടെ കൂടെ പോയി, അവസാനം ആരുമില്ലാതെ ആ മണൽത്തരികളെ കെട്ടിപ്പിടിച്ച് കിടന്ന് മമ്മൂട്ടി ഒരു കരച്ചിലുണ്ട്. ആ രംഗമൊക്കെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോവില്ല. അത്രയും മനോഹരമായിട്ടുള്ള വരിയാണ് കൈതപ്രം എഴുതിയത്. മാലകളാടിയുലഞ്ഞു കണ്ണീരും കലർന്നൊരു മണലിൽ മുല്ലപ്പൂടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാ വിണ്ണുരവം തലോടുമ്പോ തടശിലയായിരുന്നു വിണ്ണുരവം തലോടുമ്പോ തടശിലയുകയായിരുന്നു ഭൂമിയിൽ തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാ. ആ ഗാനങ്ങള് അതായത് അതിന്റെ പശ്ചാത്തലം കംപ്ലീറ്റ് കൈതപ്രം എത്ര മനോഹരമായിട്ടാണ് യാത്രാമൊഴി, നിൻ പൂളി, നിൻ മൗനം, പിൻവിളിയാണോ, അതൊക്കെ കേൾക്കുമ്പോ ശരിക്കും കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ തന്നെ. കണ്ണീര് ഉപ്പ് കലർന്നൊരു മണലിൽ അല്ലെ, ആ കണ്ണീരിന്റെ ഉപ്പ് കലർന്ന മണലിൽ വേളി അവന്റെ വേളി വേറെ ആള് കല്യാണം കഴിച്ചുകൊണ്ടുപോയി. അപ്പൊ ആ ഉപ്പ് കലർന്ന മണ്ണങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടാണ് മമ്മൂട്ടിയുടെ ആ അഭിനയം ഒക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. ഇതിൽ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഏതാണെന്നറിയോ? ഈ പടത്തിൽ തന്നെ അഴകേ നിൻ അഴകേ എന്തായാലും വാക്കുകൾ കിട്ടണില്ലേ? പൂവരുതേ മുത്തുപൊഴിക്കരുതേ, അതും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഭരതന്റെ ചിത്രത്തിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭരതൻ സംഗീതത്തിന് അദ്ദേഹം ഭരതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓരോ ഫ്രെയിമും അദ്ദേഹം ചിത്രം കൊണ്ട് വരയ്ക്കുന്ന പറയുന്നത്, ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും. അദ്ദേഹം ചിത്രകാരനാണല്ലോ. ഭരതൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംവിധായകൻ മാത്രമല്ല, ഒരു കലാസംവിധായകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടുകളും ഓരോ ഫ്രെയിമുകളും അദ്ദേഹം പുസ്തകത്തിന് പേജിൽ വരച്ചിടും. അതോടൊപ്പം തന്നെ സംഗീതത്തിൽ വളരെ കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഒരു പടത്തിന് സംഗീതം ചെയ്തിട്ടുണ്ട്, കേളി എന്ന് പറഞ്ഞൊരു പടത്തിന് ഭരതനാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് കേളി എന്ന് പറഞ്ഞിട്ടുള്ള, ജയറാമിന്റെ കാല് ഇല്ലാത്തൊരു ആക്ടറൊക്കെ ആയിട്ട് ചാർമിളൻ ആയിട്ടൊരു പാട്ടുണ്ട്. അതിലൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല.
താളം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ തീരമേതോ താരം എന്ന് പറഞ്ഞിട്ട് മനോഹരം. അവ ഭരതന്റെ പടത്തിലെ പാട്ടുകളൊക്കെ അടിപൊളിയായിരിക്കും. കാരണം ഒരു സംഗീത സംവിധായകൻ മ്യൂസിക് ചെയ്ത് അതിന് ഓക്കെ പറയുന്ന ആളാണ് ഡയറക്ടർ. ഡയറക്ടർ ഓക്കെ പറയുമ്പോഴാണ് ആ പാട്ട് പൂർണ്ണമാവുന്നത്. ചിലപ്പോൾ സംഗീത സംവിധായകൻ ഒരു പാട്ട് എഴുതി കൊടുക്കുമ്പോൾ അതിന് 10ഓ 15ഓ ഈണങ്ങൾ ഉണ്ടായിരിക്കും. അതിലെ ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോഴാണ് അതിൽ മനോഹരമായ പാട്ടുകളാവുന്നത്. അപ്പൊ ഒരു സംഗീതജ്ഞാനം കൂടി തീർച്ചയായിട്ടും സംവിധായകനും ഉണ്ടായിരിക്കണം, എങ്കിലേ ആ ചിത്രത്തിൽ നല്ല പാട്ടുകൾ വരും. അപ്പൊ ഓക്കെ, ഈ മനോഹരമായിട്ടുള്ള പാട്ട് ഒന്ന് പാടിക്കോളൂ. വികാരൻ ഔദ്യോഗികമാണ്, അത്ര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആരാ പാടുന്നേ? ഷീലമാം, ബീനമാം, ആരെങ്കിലും ഒക്കെ തുടങ്ങും? ഷീലമാം. വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരൊപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാ മൊഴിയാണു നിൻ മൗനം പിൻവിളിയാണു വെണ്ണുര വന്നുതലോടുമ്പോൾ തടശിലയലിയുകയായിരുന്നു വെണ്ണുര വന്നുതലോടുമ്പോൾ തടശിലയലിയുകയായിരുന്നു ഭൂമിയിൻ തേടിയ ചെമ്പിലണയൻ ദൂരെ തുഴയെറിയുമ്പോൾ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാ മൊഴിയാണു നിൻ മൗനം പിൻവിളിയാണു വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരൊപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാ മൊഴിയാണു നിൻ മൗനം പിൻവിളിയാണു. ഓക്കെ സർ. അടിപൊളി. പാട്ട് പാടുക മാത്രമല്ല കേട്ടോ, ഈ പാട്ട് കേൾക്കുമ്പോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേട്ടപ്പോ അതെങ്ങനെയാണ് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ അനുഭവങ്ങളും കൂടി പറയാം. അതാണ് നമ്മളൊരു പാട്ടിനെ നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ പാട്ടൊക്കെ. ചിലർക്ക് നമ്മളിപ്പോ ഭക്തിയിൽ നിന്ന് നേരെ ഒരു ശോകത്തിലേക്ക് സങ്കടത്തിലേക്കാണ് വഴുതി വീണത്. കുടജാദ്രിയിലൊക്കെ പാടി ആ ഒരു സൗവർണികാമൃതം പാടി ആ ഭക്തിയുടെ തീന്ന് ആ വെഴ്സറ്റാലിറ്റിയാണ് രവീന്ദ്രൻ മാസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരം പാട്ടുകളും അദ്ദേഹം ഈണം കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ടൊരു ഇതാണ്. അപ്പൊ റോയ് സാറിനൊക്കെ എന്താ പറയാനുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോ? മമ്മൂട്ടിയുടെ ഒക്കെ ആരാധകനാണോ? എല്ലാവരും ഒക്കെ രണ്ടു വാക്ക് പറയൂ. ഗോകുമാർ സാർ, ഫിലിപ്സ് രാജ് സാർ പറയും. ഷെയർ ചെയ്യാൻ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഇത് എൻ്റെ ഒരു ശിഷ്യനാണ് ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, ബാബു തിരുവല്ല. പുള്ളി വേറൊരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ഇന്നമിനിങ്ങനെ മുറുകെ വിട്ടത്, രണ്ടും പേര് തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം ഡയറക്ഷൻ നടത്തിയിട്ടുണ്ട്.
തനിച്ചല്ല ഞാൻ, അതായത് നമ്മുടെ ഉർവശിയുടെ ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് തനിച്ചല്ല ഞാൻ. അതുപോലെ തനിയെ എന്ന് പറയുന്ന നെടുമുടിയുടെ നെടുമുടിക്ക് അവാർഡ് കിട്ടിയ ഒരു പടമുണ്ട്. ഈ രണ്ടും അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതാണ്. അദ്ദേഹം എൻ്റെ ഒരു ശിഷ്യനായിരുന്നു, ഞാൻ പഠിപ്പിച്ചിരുന്ന പയ്യനായിരുന്നു. ഞാൻ പയ്യൻ തന്നെ പറയുക, ഇപ്പം 38 വയസ്സുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട്. അഭിമാനം എപ്പോഴും കേൾക്കുമ്പം തന്നെ വളരെയധികം. ഇപ്പം ഇവിടെ നമുക്ക് അതിൻ്റെ ഗാനരചയിതാവ് കൈതപ്രമാണ്. കൈതപ്രവും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസ് അല്ല ഡയറക്റ്റ് ചെയ്തായിട്ടുള്ള സാർ പറയുണ്ടായി, ഡയറക്റ്റ് ചെയ്തത് ഭരതൻ്റെ സെലക്ഷനാണ് അതിൻ്റെ അകത്ത്. അപ്പം കൈതപ്രവും ഇതുപോലെ സംഗീത സംവിധാനം ചെയ്യുന്ന ആളാണല്ലോ. അപ്പം ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യം ഈ പാട്ടിനെ കുറച്ചുകൂടി ഇതായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. രവീന്ദ്രനെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മാത്രമാണ് ഷെയർ ചെയ്യാനുള്ളത്. പാടാൻ അറിയില്ല. താങ്ക് യു വെരി മച്ച്. പാടിക്കോളൂ. അതുപോലെ തന്നെ സാറേ, ഭരതൻ സാറിന്റെ ഈ കഴിവ് ഇപ്പോഴത്തെ ടെക്നോളജി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സിനിമകൾ നമുക്ക് മറക്കാൻ പറ്റാത്തത് കിട്ടിയേനെ അല്ലേ? കലാകാരൻ നമ്മൾ അത് 100% അദ്ദേഹം. അതെ. അതുപോലെ മമ്മൂട്ടിയുടെ പിന്നെ അഭിനയം അന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ജീവിച്ച് കാണിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. എക്കാലം എത്ര വർഷം കഴിഞ്ഞാലും ഹൃദയം പൊട്ടുന്ന രീതിയിലാണ് മമ്മൂട്ടി ഇത് അഭിനയിക്കുന്നത്. ഭയങ്കരാണത്. അതെ, നമ്മൾ കൂടെ ആ മണ്ണ് ഇങ്ങനെ വാരി എടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോ നമ്മൾ മണ്ണ് വാരി കൂട്ടിയിട്ട് നമ്മൾ ദുഃഖം അങ്ങോട്ടാ, നമ്മുടെ കണ്ണുനീര് വീണ് ഈ മണലിന് ഉപ്പ് രസം വരുന്നതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അത്രയും മനോഹരമായ ഒരു ഡയറക്ഷനും കൂടിയായിരുന്നു അത്. അദ്ദേഹത്തിന് അവസാനമായിട്ട് ഉണ്ടായത്. അപ്പൊ ആര് ചതിച്ചാലും കടലമ്മ കൂടെ നിൽക്കും എന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയാണ് അവിടെ പറയുന്നത്. എഴുതിയിട്ടുണ്ട് പാട്ടിൽ. ബിനമ പാടും. വേറെ ആർക്കെങ്കിലും പാടാൻ കേട്ടോ? പ്രസീത, ഓമന. ഞാൻ ശ്രമിച്ചു നോക്കാം സാറേ. ശ്രമിച്ചു നോക്കൂ. വെണ്ണുര വന്നു തലോടുമ്പോൾ തടശിലലിയുകയായിരുന്നു. ഭൂമീൻ തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോൾ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ? നിൻ മൗനം പിൻവിളിയാണോ? വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ? നിൻ മൗനം പിൻവിളിയാണോ? താങ്ക് യു സാർ. ഇനി ആരാ വരുന്നേ പാടാൻ? ഞാൻ പാടാം. യെസ്. നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പുകലർന്നൊരു മണലിൽ വേളിപ്പുടവ രാക്കിളി പൊന്മകളെ മൊഴിയാണോ? നിന്നോനും പിൻവിളിയാണോ? ഓക്കെ സർ, താങ്ക് യു.
ഓക്കെ, ആരെങ്കിലും 2 വരി 4 വരി? 2 വരി ഞാൻ പാടാം. വേണുഗോപാൽ സാർ പാടും. പഠിക്കും. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ആയില്ല, അൺമ്യൂട്ട് ആയില്ല, അൺമ്യൂട്ട് ആയില്ല. ഹലോ, ഓക്കെ, ഇപ്പൊ റെഡിയായോ? ഓക്കെ. വികാരനൗകയുമായി തിരമാലകളാടിയുലഞ്ഞു, കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ, നിൻ മൗനം പിൻവിളിയാണോ? വെണ്ണുര വന്നു തലോടുമ്പോൾ തടച്ചിലലിയുകയായിരുന്നു. ഭൂമിയിൽ തേടിയ ചമ്പിലരയൻ ദൂരെ തുഴയറിയുമ്പോൾ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ, നിൻ മൗനം പിൻവിളിയാണോ? താങ്ക് യു. രവീന്ദ്ര മാസ്റ്റർ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അദ്ദേഹം ഈ ഒരു പാട്ടിലും അപ്പൊ അതിന്റെ അനുപല്ലവി തുടങ്ങുന്നത് വളരെ ബേസിലാണ്. കണ്ടോ, വളരെ ബേസില, മന്ത്രസ്ഥായില. എന്നിട്ട് അതിന്റെ അവസാനം സ്ഥായിൽ പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ചില കസർത്തുകൾ എന്ന് പറഞ്ഞില്ലേ, അതായത് ക്ലാസിക്കലുള്ള ചില കസർത്തുകളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പാട്ടാന്ന് നമുക്കിത് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ ഓക്കെ, അടുത്ത് ഇനി ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ അടുത്ത ഗാനത്തിലേക്ക് പോകും. ഓക്കെ, ആരെങ്കിലും പാടുന്നുണ്ടോ? 2 വരി ഞാൻ പാടാം. വികാരനൗകയുമായി തിരമാലകളും ആടിയുലഞ്ഞു, കണ്ണീരുപ്പുകലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ, നിൻ പിൻവിളിയാണോ? ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഒളിക്കുന്നു പോ. സാറേ ഒരു കമന്റ് ഉണ്ടേ. സാറേ ഒരു കമന്റ് ഉണ്ടേ. ആ. അമരത്തില് മമ്മൂട്ടി പാടി അഭിനയിച്ചു കഴിഞ്ഞ് വളരെ നന്നായിട്ട് അതില് ഒരു വികാരഭരിതനായിട്ടാ സാറ് പാടിയത്. കൺഗ്രാജുലേഷൻസ്. ശരി, ഇത്ര ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഈ പാട്ട് സാബു സാർ പാടാറുള്ള പാട്ടാണ് കേട്ടത്. പക്ഷെ ഇന്നാളെ 2 പേര് പാടിയുള്ളൂ മാത്രം അല്ലേ? അല്ല, സാറിനെ കൊണ്ട് ഇങ്ങനെ പാടിക്കരുത് അല്ലേ? നിങ്ങൾ എത്ര നേരം പാടിയിട്ടാ ഞാനിത് പാടിയെന്നറിയാമോ? അത് തന്നെ കരഞ്ഞു പോയി സാറേ. സാറ് പാടിയപ്പോ ഉണ്ടല്ലോ ശരിക്കും ആ പാട്ടിന്റെ അത് ഉൾക്കൊണ്ട് തന്നെയാണ് ആ വരികൾ പാടിയത്. നിങ്ങൾ കരഞ്ഞാലും ഞാൻ പാട്ട് നിർത്തത്തില്ല. അല്ല, അമരം കണ്ടിട്ട് പോലും ഞങ്ങൾ ഇത്രയും കരഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അല്ല സാറേ, നല്ല ആ വികാരം എന്നുള്ള വാക്കെടുത്തത് തന്നെ ഒരു വികാരമായിരുന്നു. ഓക്കെ, അടുത്ത പാട്ട് ഒളിക്കുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ടൊരു പാട്ടല്ലേ? ഒളിക്കുന്നു മിഴിക്കും
ശമ്പക്കുളത്തച്ഛൻ ഇത് നമ്മൾ കഴിഞ്ഞൊരു പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പാട്ട് പാടിയെന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. മകളെ പാതിമലരെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടി. ഇത് നല്ല പാട്ടാണ്. ഒളിക്കുന്നു മിഴിക്കുമ്പിളില് ബിച്ചു തിരുമല എഴുതി, അദ്ദേഹം മരിച്ചുപോയി. ബിച്ചു തിരുമല രവീന്ദ്രൻ കൂട്ടിൽ കുറെ നല്ല പാട്ടുകൾ വന്നു. ചിരിയോ ചിരിയിലത്തെ പാട്ടുകളൊക്കെ അതാണ്. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം എന്നുള്ള പാട്ടെങ്കിലും അത് ബിച്ചു തിരുമല എഴുതിയതാണ് അദ്ദേഹത്തിന്റെ. അതിലാണ് രവീന്ദ്ര മാഷ് ഈ ശാസ്ത്രീയ സംഗീതം ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്തു. അപ്പൊ ഇത് മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കൊരു യോഗം ഉണ്ട്, യോഗത്തിന് പോയിട്ട് വേഗം യോഗം തീർന്ന ഇതിലേക്ക് തന്നെ വരും ഞാൻ. വേണമെങ്കിൽ ഈ രണ്ടുപേരും പാടിയിട്ട് പോവാം. പായിപ്പാട്ടെ ഓടി വെള്ളമായോരൻ മോഹക്കായൽ മാണി മുഴക്കോല് പോലും കൂടാതെന്നെ നിന്നെ അളന്നിട്ട് പെണ്ണെ എന്ന എന്താണീ ഭാവം മിനുങ്ങുന്നതെന്നണങ്ങുന്ന മപ്പു നീ തരു 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 ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ ചിരിച്ചു പോരും ഇളം മുത്തിലൊന്ന് കൊരുത്തുള്ളതും മാപ്പു നീ തരൂ തരൂ തരൂ. താങ്ക് യു സർ, ഞാൻ പോയിട്ട് വരാം. ശമ്പക്കുളം തച്ചനിലെ ഇതില് വിനീതാണ് അഭിനയിച്ചത്. വിനീതും രംഭയായിരുന്നു ജോഡികൾ. അപ്പൊ രംഭ ഇങ്ങനെ അവരുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ജനാലയ കൂടെ ഇങ്ങനെ ഒരു ചിത്രം കാണാണ്. വിനീത് അപ്പൊ കായലിൽ കൂടി ഈ വഞ്ചി ഇങ്ങനെ തുഴഞ്ഞു പോകുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഇവരായിട്ട് ആ സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, വയലൻസ് ഉണ്ട്, സങ്കടമൊക്കെ ഉണ്ട്. അപ്പൊ ആ മിഴിക്കുമ്പിളിൽ എന്താണ് എന്നുള്ള വികാരം നല്ലൊരു വരികളായിരുന്നു. നല്ലൊരു ഷോർട്ട് സെലക്ഷനും അതുപോലെ തന്നെ നന്നായി പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ആ കായലിന്റെ പശ്ചാത്തലത്തിലൊക്കെ വളരെ നന്നായിട്ട് പിക്ചറൈസ് ചെയ്തൊരു പടം. ഒളിക്കുന്നു മിഴിക്കുമ്പിളിൽ ഓരായിരം കിളിത്തുമ്പികൾ ചിരിപ്പിച്ചു പോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ള തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. മിഴിക്കുമ്പിലേ ഓരായിരം കിളിത്തുമ്പികൾ പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവെ നീ കടന്ന മഞ്ഞുമായി. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവെ നീ കടഞ്ഞ മഞ്ഞുമായി. നിറഞ്ഞ നിൻ മൗനം പാടും പാട്ടിൻ താളം ഞാൻ. ഒരിക്കൽ നിൻ കോപം പൂട്ടും നാദം നീട്ടും ഞാൻ. മണിക്കൂട്ടിലെ മണിപ്പൈങ്കിളി വിളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കിളിത്തുമ്പികൾ. നമ്മളിപ്പോഴാണ് പാട്ട് പാടി നോക്കുന്നത്. പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും പാടി ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ പാടാനായിട്ട്. എന്നാലും ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും പ്രശ്നമല്ല. നിങ്ങൾ പാടുക, അതിനുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് സാബുസാറ ഒരുക്കി തന്നിരിക്കുന്നത്. ധൈര്യ സമേതം പല്ലവി അനുപല്ലവിയൊക്കെ അങ്ങോട്ട് പാടുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, വരൂ പാട്ട് പറഞ്ഞു തരാൻ പറ്റി ആദ്യം പാടും. ശീലമ്മ വരും. കാരണം മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് പോലെ സാറ് വിളിക്കുന്നു. നോക്കട്ടെ സാറേ, ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള പാട്ടുകളാ അല്ലേ ഷാബു സാറേ? പാടുമ്പോഴേ മനസ്സിലായുള്ളൂ. പാട്ട് ഞാൻ സെലക്ട് ചെയ്യുമ്പോഴേ നമ്മള് പല്ലവി രണ്ടുപേരും മാത്രം
അത് നല്ല പാട്ടാണല്ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇടുന്നത്. അതെ സാറേ, അതുപോലെയാണ് സാറേ ആ താരക എന്നുള്ള പാട്ടേ. നമുക്ക് ആദ്യത്തെ വരി മാത്രമേ കിട്ടത്തുള്ളൂ, ബാക്കിയുള്ളത് നല്ല ബുദ്ധിമുട്ടാ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ, ചിരിച്ചിപ്പിജോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ, ചിരിച്ചിപ്പിജോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. വായ്പാട്ടെ ഓടി വെള്ളമായൊരൻ മോഹക്കായൽ മൂടി വെള്ളമാണു നീ. വായ്പാട്ടെ ഓടി വെള്ളമായൊരൻ മോഹക്കായൽ മൂടി വെള്ളമാണു നീ. മുഴക്കോല പോലും കൂടാതെ നിന്നെ ഞാൻ അണന്നിട്ടു പെണ്ണേ എന്നോടെന്താണ് ഈ ഭാവം. മിനുങ്ങുന്നൊരൻ നുണങ്ങോണമേ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പോയി നീ കിടന്ന മഞ്ഞുമായി. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവി നീ കിടന്ന മഞ്ഞുമായി. നിറഞ്ഞ നിൻ മൗനം പാടും പാട്ടിൻ താളം ഞാൻ. ഒരിക്കൽ നിൻ കോപം കൂട്ടും നാദം മീട്ടും ഞാൻ. മണിക്കൂട്ടിലെ മണിപ്പൈങ്കിളി ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ, ചിരിച്ചിപ്പിജോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ. യെസ്, ഇനി ആരാ പാടുന്നേ? നന്നായി പാടി. ഉഷാമ്മ പഠിക്കും. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവേ നീ കൂടന്ന മഞ്ഞുമായി. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവേ നീ കുടന്ന മഞ്ഞുമായി. നിറഞ്ഞ നിൻ മൗനം പാടും പാട്ടിൻ താളം ഞാൻ. ഒരിക്കൽ നിൻ കോപം പൂട്ടും നാദം മീട്ടും ഞാൻ. മണിക്കൂട്ടിലെ മണിപ്പൈങ്കിളി ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ബീനമാം പാടിയില്ലല്ലോ. ബീനമാം പാടാനുണ്ട്. ആർക്കും പാടാം. പ്രസീത, റോയ് സാറ്, ടോമി സാർ അവിടെ. പാടട്ടെ സാറേ? മിഴിക്കുമ്പിളിൽ ഒരായിരം കളിത്തുമ്പികൾ,
ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു തരൂ തരൂ തരൂ. ബീനമാൻ പാടും. പാടിക്കോട്ടെ. യെസ്. പായിപ്പാട്ടെ ഓടി വള്ളമായൊരൻ മോഹക്കായൽ മോടി വള്ളമാണു നീ. പായിപ്പാട്ടെ ഓടി വള്ളമായൊരൻ മോഹക്കായൽ മോടി വള്ളമാണു നീ. മുഴക്കോല് പോലും കൂടാതെ നിന്നെ ഞാൻ അളന്നിട്ടുമെന്നെ എന്നോടെന്താണീ ഭാവം. മിനുങ്ങുന്നൊരൻ നുണുങ്ങോളമേ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ. താങ്ക് യു സർ. ഓക്കെ, ഇനിയുണ്ടല്ലോ ഇനി ആരാ പാടാനുള്ള? പ്രസീത, ഓമന. യെസ്, പ്രസീത പാടും. താങ്ക് യു. പായിപ്പാട്ടെ ഓടി വള്ളമായൊരൻ മോഹക്കായൽ മൂടി വള്ളമാണു നീ. പായിപ്പാട്ടെ ഓടി വള്ളമായൊരൻ മോഹക്കായൽ മൂടി വള്ളമാണു നീ. മുഴക്കോലുകു പോലും കൂടാതെ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണെ എന്നോടെന്താണീ ഭാവം. മിനുങ്ങുന്നൊരു നുണുങ്ങോളമേ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പ് മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? അവനെ ആരാ പാടാനുള്ള? ഓമനമ്മൻ പാടിയിട്ടില്ല. ഇവിടെ വിൻസെന്റ് സാർ പാടിയിട്ടില്ല. പാടും ഒരു 2 വരി. ഒളിക്കുന്നുവോ വിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. പായിപ്പാട്ടെ ഓടി വെള്ളമായൊരൻ മോഹക്കായൽ മൂടി വെള്ളമാണു നീ. പായിപ്പാട്ടെ ഓടി വെള്ളമായൊരൻ മോഹക്കായൽ മൂടി വെള്ളമാണു നീ. മുഴക്കോല് പോലും കൂടാതെ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണേ എന്നോടെന്താണീ ഭാവം. മിനുങ്ങുന്നൊരൻ നുണുങ്ങോളമേ ഒളിക്കുന്നു മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നി കൊരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നു മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. ഇനിയും പാടൂ ധൈര്യമുള്ളവര്. ഇത് പാട്ടെ. പാട് പാട്. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ
ഓരായിരം കളിത്തുമ്പികൾ ചിരിപ്പിച്ച് ചോരും ഇളം ഇളം പൂക്കിലെന്നേ ഒരു തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ 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 ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. വായ്പാട്ടെ ഓടിവെള്ളമായൊരൻ മോഹക്കായൽ മൂടിവെള്ളമാണു നീ. മുഴക്കോലു പോലും കൂടാ തന്നെ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണേ എന്നോടെന്താ. ശരി. ഞാൻ ആ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അതിനു വേണ്ടിയാ. ഞാൻ ആ ഗ്യാപ്പ് എല്ലാത്തിനും ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് പാടാൻ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയാ. മുഴക്കോലു പോലും കൂടാതെ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണേ എന്നോടെന്താണ് ഈ ഭാവം. ഇതൊക്കെയാണ് സൂത്രവിദ്യ. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നീലപ്പൂവെ നീ കടന്ന മഞ്ഞുമായി നിറഞ്ഞ നിൻ മൗനം പാടും പാട്ടിൻ താളം ഞാൻ. ഒരിക്കൽ നീ കോപം കൂട്ടും നാദം മീട്ടും ഞാൻ. മണിക്കൂട്ടിലെ മണിപ്പൈങ്കിളി ഒളിക്കുന്നു മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ ചിരിപ്പിച്ച് ചോരും ഇളം കുത്തിലൊന്നേ ഒരു തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. താങ്ക് യു. ഇതേതാ സാർ ഈ പാട്ട് ആരും കാണാതെ ചുണ്ടതേ. ഇതെനിക്ക് ഒരു പരിചയമില്ല. ഇല്ല, അപ്പൊ അടിക്കേ, എനിക്ക് മനസ്സിലായില്ല. ഇത് ഫേമസ് ആയിട്ടുള്ള നന്ദനത്തിലെ പാട്ടല്ലേ? നന്ദനം സിനിമയില്ലേ, രഞ്ജിത്തിന്റെ. ചുണ്ടത്ത് ചെമ്പകമുട്ടിൽ ഒന്ന് വലുതാകാൻ പറ്റും, കാണുന്നില്ല. എനിക്കത് പാട്ട് മനസ്സിലായി, അപ്പൊ എനിക്ക് കറക്റ്റ് ചെയ്യാൻ അറിയില്ല. ഇത് രഞ്ജിത്തിന്റെ മനസ്സിലായി, ഇപ്പൊ ക്ലിയർ ആയി. വരി കണ്ടപ്പോൾ മനസ്സിലായി. മനോഹരമായിട്ടുള്ള, അതായത് പൃഥ്വിരാജ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് പാട്ടുകൾ എഴുതിയത്. ഗിരീഷ് പുത്തഞ്ചേരിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ ഏറ്റവും മികച്ച ഗാനരചനയ്ക്കുള്ള. ഇതിലാണ് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്നുള്ള ചിത്രപാടിയ അസാധ്യമായിട്ടുള്ള ഗാനം. അതുപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം കൂടിയുണ്ട്. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണേണം നന്ദിൽ ഗോരോജനക്കുറി കണി കാണേണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനം. അങ്ങനെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടി. ചിത്രയ്ക്ക് മികച്ച ഗായിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി. അങ്ങനെ ഒരുപാട് മ്യൂസിക്കൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതിൽ ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. ജയചന്ദ്രനും രവീന്ദ്രൻ ആദ്യമായിട്ട് മദ്രാസിൽ ചെന്നപ്പോൾ സ്വാമി ലോഡ്ജിൽ താമസിച്ചിരുന്നു. ഇന്ന് സിനിമക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഇടമാണ് കൊടമ്പക്കത്ത് സ്വാമി ലോഡ്ജ്. രവീന്ദ്രൻ കുടിക്കാനൊന്നുമില്ല, ഭക്ഷണം നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ജയേട്ടന്റെ റൂമിലാണ് ജയേട്ടൻ അക്കോമഡേറ്റ് ചെയ്തത് രവീന്ദ്രനെ. അങ്ങനെ ആളെ കുറെ കൂടി ഇരിക്കുമ്പോഴായിരുന്നു രവീന്ദ്രന്റെ അച്ഛൻ മരിച്ചത്. നാട്ടിലെ അച്ഛൻ മരിച്ച് കമ്പി കിട്ടി. അപ്പൊ രവീന്ദ്രന് അങ്ങോട്ട് പോവാനായിട്ട്, നാട്ടിലേക്ക് പോവാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ജയേട്ടനാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത് ഒന്നാണ്. കാരണം പോവാനായിട്ട് 10 പൈസ ഇല്ല.
അച്ഛൻ മരിച്ചു, അച്ഛനെ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ പോയാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ജയേട്ടൻ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം നാട്ടിലൊക്കെ വന്നത്. പിന്നീട് ജയേട്ടന്റെ നിർദ്ദേശത്താൽ തന്നെയാണ് അദ്ദേഹം യേശുദാസിന്റെ അടുത്തേക്ക് പോയത്. അതാണ് പിന്നീട് ഒരു ചരിത്രമായി മാറിക്കഴിഞ്ഞത്. ദാസേട്ടനാണ് പിന്നെ അദ്ദേഹത്തിന് ശരിക്കും ഒരു വഴികാട്ടിയായിട്ട് നിന്നത്. അപ്പൊ അദ്ദേഹം പാടിയ പാട്ടാണ് ഇത്. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, വിളികളിതളിട്ടു നാണം നീ, മഴയുടെ ശ്രുതിയിട്ടു മൗനം, അകലേ മുകിലായി നീയും ഞാനും പറന്നുയർന്നു, ഓ പറന്നുയർന്നു. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. സുജാതയും കൂടിയാണ്, ജയേട്ടനും സുജാതയും കൂടി പാടി മനോഹരമാക്കിയ ഈ ഗാനം. ഓക്കെ, പാടിക്കോളൂ. ഷീല ടീച്ചർ പാടിക്കോ. ഇത്തിരി ബുദ്ധിമുട്ടുള്ള പാട്ടാ സാറേ, 4 വരി പാടാവേ. പക്ഷെ പാട്ടുകളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നല്ല അതെ, നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ സാറേ ഒന്ന് പാടി നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടുമായിരുന്നു. അങ്ങനെ തരത്തില്ല, അങ്ങനെ തരത്തില്ല. എന്നാ വേണ്ട, ഇത് മതി, ഇതാ നല്ലത്, ഇതാണ് സാറേ നല്ലത്, നല്ലതാ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്നറിയോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും ഭയങ്കര പാട്ടുകാരായി പോകും. അത് വേണ്ട. അത് വേണ്ട, അത് വേണ്ട. എന്താണെന്നറിയോ, ഈ ലിറിക്സ് ഒന്നും നമ്മൾ അത്ര അങ്ങോട്ട് പാടിയിട്ടില്ല, ഇതൊക്കെ പുതിയ പാട്ടുകളല്ലേ. നമ്മൾ പാട്ട് ഇന്നത്തെ പാടുകയല്ലല്ലോ, നമ്മള് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുകയാണ് രവീന്ദ്ര മാഷ്. ചെമ്പകമുട്ടിന്മേൽ ചുംബന തൊട്ടു ഞാൻ, ചുംബന തൊട്ടു ഞാൻ, ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, മിഴികളിലിതളിട്ടു നാണം നീ, മഴയുടെ ശ്രുതിയിട്ടു മൗനം, അകലേ അകലേ മുകിലായി നീയും ഞാനും പറന്നുയർന്നു, ഓ പറന്നുയർന്നു. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. ഓക്കെ സാർ, അവസാനം ചിലപ്പോ ഞാൻ മൊത്തം പാടും. അവസാനം പാടിക്കാം. വേറെ ആർക്കും പാടുന്നുണ്ടോ? ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പാട്ടാണ്. ആരെങ്കിലും ഒക്കെ 2 വരി പാടി നമുക്ക് നിർത്താം അല്ലേ ഷാബു സാർ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് കുറച്ച് പാട്ടുകൾ അദ്ദേഹത്തിന് ട്രിബ്യൂട്ടായിട്ട് കൊടുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും പാടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് രവീന്ദ്രൻ മാഷിനെ രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്നത് അല്ലേ, മാസ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത്ര മനോഹരമായ സംഗീതമാണ്. ഞാൻ പാടുന്നില്ല. ഈ രവീന്ദ്രൻ മാഷ് പാട്ട് പാടാൻ വേണ്ടി വന്ന ആളാണ്, ഗായകനായിട്ട് രംഗത്ത് വന്ന ആളാണെന്ന് പറയുന്നത്. യേശുദാസിനെയൊക്കെ ഔട്ടാക്കണമെന്ന് വേണ്ടി ഓടി വന്നതാണ്. അവസാനം യേശുദാസിനെ കണ്ടു ഇപ്പം ഷാബു സാർ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അന്ന് ആ രംഗം ഓർമ്മ വന്നു. യേശുദാസിനെയൊക്കെ ഔട്ടാക്കാനുള്ള ഒരു പാട്ടുകാരനായിട്ട് വരെ വന്നതാണ്, അല്ലാതെ സംഗീത സംവിധാനമായിട്ട് വന്നതല്ല. പക്ഷേ അദ്ദേഹം പാടിയ പാട്ട് വല്ലതും ഉണ്ടോ ഷാബു സാറേ? അദ്ദേഹം പാടിയ പാട്ട് വല്ലതും ഉണ്ടോ?
രവീന്ദ്ര മാഷ് പാടിയ രവീന്ദ്ര മാഷ് പാടിയ നമ്മുടെ ഹിസ് ഹൈനസ് അബ്ദുള്ളയില് ഒരു പാട്ടുണ്ടല്ലോ, ആ കൈതപ്പുറമായിട്ട് പാടുന്നത്. എന്താ പെട്ടെന്ന് അതിന്റെ കച്ചേരി പോലെ പാടുന്നത് അല്ലേ? ശരത്തും രവീന്ദ്ര മാഷും ആ പാട്ട് പാടിയത്. ആ ഓക്കെ ഓക്കെ. പുള്ളി ഒരു പാട്ടുകാരനായിട്ട് വന്നതെന്ന് എൻ്റെ അറിവ്, എനിക്കറിയില്ല, ശരിയായില്ല. പാട്ട് പാടാൻ വേണ്ടി ആത്മബന്ധ. കാരണം രവീന്ദ്ര മാഷോട് ഒരിക്കൽ ചോദിച്ചു, യേശുദാസ് പാട്ട് ആനന്ദം ആനന്ദാനന്ദം ആ പാട്ടല്ലേ? ആനന്ദം ആനന്ദാനന്ദം സംഗീതം ആ പാട്ടല്ലേ? യേശുദാസ് പാട്ട് നിർത്തിയാൻ താങ്കൾ എന്താ ചെയ്യുന്ന വെച്ചു. ഞാൻ അതോടെ സംഗീതം അവസാനിപ്പിക്കുന്ന പറഞ്ഞു രവീന്ദ്ര മാഷ്. അത്രേ പാട്ടുകൾ പാടാൻ യേശുദാസിനെ കഴിയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതായത് യേശുദാസിന്റെ കഴിവിന് അനുസൃതമായിട്ടുള്ള അപ്പുറത്തേക്കുള്ള പാട്ടുകളാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തി കൊടുത്തത്. ഇവര് തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്കിംഗ് ആയിരുന്നു. നീ ഏതിട്ടാലും ഞാൻ പാടുക, നീ ഒന്ന് ഇട്ട് കാണിക്കി, ഞാൻ പാടിത്തരാം എന്നുള്ളൊരു രസകരമായിട്ടുള്ള ഒരു ഹാർമണി ആയിരുന്നു അവര് തമ്മിൽ. അത് കാരണം ഒത്തിരി മനോഹരമായ പാട്ടുകൾ കിട്ടി അല്ലേ? മനോഹരമായ പാട്ടുകൾ. പെട്ടെന്ന് ഭരിച്ചു പോയ വലിയ ദുരന്തമായിരുന്നല്ലേ? അസുഖം വന്നിട്ട് ചികിത്സിച്ചിരുന്ന പറയുന്നത്. ശരീരം ഇങ്ങനെ നോക്കില്ലേ, ഭയങ്കരമായിട്ട് വലിച്ചു വാരി ഭക്ഷണം കഴിക്കും, ഒക്കെ ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട് ആൾക്ക്. രവീന്ദ്ര മാഷ് കണ്ട ആരും ഒരു സംഗീതജ്ഞനാന്നൊന്നും പറയില്ല. ഒരു കൈലിമുണ്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് പെട്ടിക്ക് വെച്ചിട്ട് ആള് കമ്പോസ് ചെയ്യാം. പക്ഷെ സംഗീതം എടുത്തിട്ടാ പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ശരത് സാറാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോ ആളോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, ഒരു പാട്ട് കമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആള് ഭയങ്കര ഫൈനാൻഷ്യലായിട്ട് ഭയങ്കര ട്രബിളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വീടിനകത്ത് കുറെ ആൾക്കാർ കാശ് വയ്ക്കാൻ വന്നേക്കുക. അപ്പൊ അവരെയൊക്കെ സമ്മാനിച്ചു നിർത്തിക്കുക, നീ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഒരു മുറിയിൽ ഇദ്ദേഹം കയറിയിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നു 10 മിനിറ്റ് കൊണ്ട്. ഇത്രയധികം പുറത്ത് ടെൻഷനായിട്ടുള്ള ഒരു അവസ്ഥ, ആൾക്കാരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ആ അവസ്ഥയില് ഇദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു സെമി ക്ലാസ് ഗാനം 10 മിനിറ്റ് കൊണ്ട് കമ്പോസ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞ. അപ്പൊ പാട്ടിന്റെ ആ തലത്തിലേക്ക് കിടന്നാൽ പിന്നെ അദ്ദേഹം വേറൊരു മനുഷ്യനായി. എത്രമാത്രം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അദ്ദേഹത്തെ ബാധിക്കും. അത്രയൊരു മികച്ച കലാകാരൻ തന്നെയായിരുന്നു രവീന്ദ്ര മാഷ്. യെസ്, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഷാബു സാർ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഫൈനൽ ഒരു ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ആഴ്ച നമുക്ക് സലീൽ ചൗധരി നോക്കാം. സലീൽ ചൗധരിയുടെ ആണ്ടുള്ള 100ാമത് അടുത്ത ആഴ്ച സലീൽ ചൗധരി ആക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഒരുപാട് പാട്ടിനെ ശരിക്കും എല്ലാവരും ധാരാളം പങ്കെടുക്കാം. പാട്ട് എന്താ പറയാ, പാട്ട് പാടാം, ആസ്വദിക്കാം, പിന്നെ എന്താ ചെയ്യണം, എല്ലാം പഠിക്കാം. പാട്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, അറിയാം. അപ്പൊ എല്ലാവരും ഞായറാഴ്ച പങ്കെടുക്കാം. സമയം കിട്ടും പോലെ ഞാനും വരാം. ഓക്കെ ഓക്കെ സാറേ, താങ്ക് യു സാർ. പാട്ടിനെക്കാളും പാട്ടിന്റെ പിന്നിലുള്ള അറിവ് കിട്ടുമ്പോഴാണ് സത്യം പറയാം ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അത് ഷാബു സാറിനെ കൊണ്ട് മാത്രമേ പറ്റൂ. പിന്നെ ഈ സാർ പറയുന്നുണ്ട്, രാജു ഫിലിപ്പ് സാറും പറയുന്നുണ്ട്, സാറിനും കുറച്ചൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ഇതിന്റെ ഒരു ഇനി ഷാബു സാറ് പറഞ്ഞു തുടങ്ങിയാൽ നമ്മളെല്ലാവരും വെളിയിലാവുമെന്നാണ് തോന്നുന്നത്. പാട്ടിന്റെ പുറകെ പോയി വട്ടായവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതേ കുഴപ്പം. പാട്ടിന്റെ ഏത് പുസ്തകം, പാട്ടിന്റെ പുസ്തകങ്ങളൊന്നും ഞാൻ എല്ലാം മേടിക്കും. കുറെ പാട്ട് പുസ്തകങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, വേണ്ട. അത് ശരി. ഇവിടെ ആ പാട്ടിന്റെ പുസ്തകങ്ങൾ തന്നെയുണ്ട് സാറിന്റെ. ഓ, ഒത്തിരി ഉണ്ടല്ലോ സാറേ. ഇതൊക്കെ പാട്ടിനെ കുറിച്ച് ഞാൻ പഠിക്കുന്ന പുസ്തകങ്ങളാണ്. ഞാൻ പറഞ്ഞത് ശരിയാന്ന് മനസ്സിലായില്ലേ? അതാ പറഞ്ഞേ, ചെറിയ പ്രശ്നമൊന്നും പാട്ട് ഫോബിയ. ഷാബു സാറേ മനോഹരമായി അഡിക്ഷനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാ. സാറിന്റെ പ്രത്യേകിച്ച് ഡ്രഗ്സ് അഡിക്ഷന്റെ ഒക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അടിച്ച് ഫിറ്റായി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെ പോലെയാ പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ പാട്ടിന്റെ ക്ലാസ്സുകളും. അത് തന്നെ സാറേ, ഭയങ്കര. ഞങ്ങളത് എപ്പോഴും പറയാറുണ്ട്, സാറിന് ഇത്രയും ഈ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങൾ സാറിനെ പോലെ പങ്കുവയ്ക്കുന്നവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇത്ര മനോഹരമായിട്ട് പറയാൻ പറ്റുന്ന. അതൊക്കെ സൺഡേ സപ്ലിമെന്റിൽ വല്ലപ്പോഴും വല്ലവരുടെയും വരികയേ ഉള്ളൂ. അതാണ് സാറേ, എന്നും വരണേ ഞായറാഴ്ചയും വരണേ സാറേ. ഷീല മാഡം, നമ്മുടെ VK സുരേഷ് കുമാർ സാറല്ലേ, പാട്ട് നന്നായിട്ട് പ്രസംഗിക്കുന്ന ആള്,
യൂട്യൂബിൽ ഒരുപാട് പ്രസംഗം കൊടുക്കില്ലേ, അദ്ദേഹം പറഞ്ഞിരിക്കും എനിക്ക് ആ 2000 സിനിമാ പാട്ട് കാണാപ്പാടോ, 2000 സിനിമാ പാട്ട് അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ വേദി വന്നായിരുന്നു. കാരണം അതുകൊണ്ട് അതിനകത്ത് ആണല്ലേ? ലൈൻസൊക്കെയാണ് പുള്ളിയുടെ ഓരോ സാഹചര്യത്തിൽ പുള്ളി ഉപയോഗിക്കുന്നത്. കവിതയെക്കാളും കൂടുതൽ പുള്ളി അതാ ഉപയോഗിക്കുന്നത്. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതല്ലേ ഏറ്റവും എളുപ്പം. പാട്ടങ്ങ് പാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരെ അതെ പിടിച്ചെടുക്കും. കാരണം അതെ അതെ സിനിമാ പാട്ടാണല്ലോ കൂടുതൽ പോപ്പുലർ. നമ്മളൊക്കെ പാടിയ ഈണത്തിന്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും, ആൾക്കാർ അവരുടെ വഴിക്കും പോകും. പുള്ളി പാടുകയും ചെയ്യും. സാറേ, ആ ഒരു പാട്ട് നമ്മൾ പാടുമ്പം കാണികൾ പാടിക്കോളും. എന്തായാലും ഈ പാട്ടുകളെല്ലാം തന്നെ എല്ലാരും ഹൃദയത്തിലേറ്റിയ പാട്ടുകളാണ്. രവീന്ദ്ര മാഷിന്റെ പിന്നെ പ്രധാനമായിട്ടും. സാറേ, ഇപ്പം ജെറിയാമൽ ദേവിന്റെ സാറേ. ഓ അടിപൊളിയല്ലേ, സൂപ്പർ. എല്ലാരും ഒക്കെ അടിപൊളി ആൾക്കാർ. വിദ്യാസാഗർ ഒരു പ്രാവശ്യം ഭയങ്കര കൊണ്ടുവരാം, കേട്ടാ. ഇപ്പൊ ഈ നന്ദഗോപൻ ഒരു ഭജന ഭയങ്കര ഇതല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ. നന്ദഗോപനം എന്ന് പറഞ്ഞിട്ട് ഒരു ഭജന സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ടില്ലേ? ഭജൻ ഭയങ്കര വൈറൽ അവർക്ക് കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ വന്നിരുന്നവര്. അത് തന്നെ. അതിൽ ആ പാട്ടൊക്കെ അവര് ഭയങ്കര പ്രസിദ്ധ. ആ രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വൈറലായി കൂടി കയ്യിലെടുത്ത പാടുക. അതന്നെ. പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടുമീണത്തോടാണോ, പറയൂ നീ പറയൂ വേഗം, നിന്റെ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടുമീണത്തോടാണോ. ഓ, പാടുന്നേ ശീലാമ്മ എത്ര മനോഹരായിട്ടാ പാടുന്നത്. ഓക്കെ, എല്ലാ പാട്ടും നന്നായിട്ട് പാടുന്നു. താങ്ക് യു. അത് സൂപ്പർ. അടുത്ത ആഴ്ച ഈ പാട്ട് പാടാം സാറേ. നമുക്ക് ആദ്യം ഇതൊന്ന് പാടിയിട്ട് പാടാം. നല്ല പാട്ട്. അതിന് സമയത്ത് വരുമോ? സാറേ, ഇന്ന് എനിക്ക് സമയത്ത് കേറാം സാറേ, സമയത്ത് കേറാം. ഈ പാട്ട് പാടാം. നേരത്തെ തന്നെ ഫൈനൊക്കെ അടയ്ക്കുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഞാൻ പെട്ടുപോകും അവസാനം. നമ്മളെ ഉഷാകുമാരി മാമുണ്ട്, പിന്നെ മീന മാമുണ്ട്, നന്നായിട്ട് പാടുന്നവര്. പിന്നെ ഞാൻ ഷാബു സാറിനെ ഒക്കെ പ്രത്യേകം ചാക്കിട്ടൊക്കെ പിടിച്ചോണ്ട് വന്നതാ. സാറേ പിന്നെ ഈ പാട്ട് നമ്മളെ കൊണ്ട് പാടാൻ പറ്റുന്നില്ല. എന്റെ ബാബുരാജിന്റെ പാട്ടൊക്കെയാണെങ്കിൽ നമുക്ക് പാടാം, കുഴപ്പമില്ല. ഇതൊന്നും നമ്മളെ കൊണ്ട് ഒരു വിഷയമുള്ള പാട്ടല്ല. അപ്പൊ ഷാബു സാറോ ശീലമാവോ വന്നില്ലെങ്കിൽ നമ്മൾ പെട്ടു. അതുകൊണ്ടാണ് ഞാൻ വളരെ കാര്യമായിട്ട് സാറേ, രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ നമുക്ക് വേറെ ഒരു സ്ഥലത്തും ഇത്രയും ഒരു സംഗീതത്തിലും ഇല്ല സാറേ. ഇത്രയും റേഞ്ച് ഉള്ളതും നമ്മളെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതുമായിട്ടുള്ള പാട്ട് കിട്ടിയിട്ടില്ല. ഓരോ പാട്ടും ഒന്നിനൊന്നും മെച്ചമല്ലേ സാറേ. ഈ മിഴി കണ്ടില്ലു എന്നും പറഞ്ഞോണ്ട് സിനിമയില് സാറേ കുറെ പാട്ടുകളുണ്ടല്ലോ. എന്റെ പൊന്നോ, എന്ത് പാട്ടുകളാ സാറേ. ആലിലത്താലിയുമായി ജേട്ടൻ പാടിയത്. ആലിലത്താലിയുമായി നിങ്ങളെ ഇതിലേ ആവണി പൊയ്കൈ നാണമോ അഴകായി ഇതിലേ. അതും നല്ല പാട്ടാ. അതുപോലെ തന്നെ സാറ് പാടുമല്ലോ. ഇതേ മാഡം, ഈ 2 ലൈനൊക്കെ കേട്ട ഓർമ്മയുണ്ട്. നമ്മൾ പാടാൻ നോക്കുമ്പോൾ ഒക്കണില്ല. പിന്നെ എനിക്കൊന്ന് പാടണമെന്ന് തോന്നുന്നത് ഷീല മാഡം പാടുമ്പോ ആ നീട്ടും കൊടുക്കുന്നതും ഒക്കെ ഞാൻ ഓർത്ത് വയ്ക്കും. പക്ഷെ മുഴുവൻ കിട്ടിയല്ല. അതുകൊണ്ടാണ് 2-4 ലൈൻ പാടി നിൽക്കുന്നത്. എവിടെയൊക്കെയാ നീട്ടത്തെ കുറിക്കണ്ടേന്നുള്ള വിവരം ഷീലാമാൻ പാടുമ്പോൾ കിട്ടും. അപ്പൊ ഒന്ന് നോക്കലാന്ന് വയ്ക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അത് കുറെ വരുമ്പോ മറന്നു പോകും. അതുകൊണ്ടാണ് 4 ലൈൻ പാടി നിർത്താം.
അത് നമുക്ക് ആ ഇനി ഒരു ദിവസമേ സാറേ ഒരു 5-6 പാട്ട് സാബു സാറേ നമുക്ക് നേരത്തെ ഒന്ന് എല്ലാവർക്കും കൂടെ പഠിച്ചിട്ട് കേറാം. വാക്ക് പാലിക്കണം, അല്ലേ വാക്ക് സാബു സാറേ? പാലിക്കണം, വാക്ക് പാലിക്കണം. തീർച്ചയായിട്ടും. ആ കുറെ ഞാൻ കുറെ നാളായി പറയുന്നു വാക്ക് പാലി നമുക്ക് ക്ലാസ് തുടങ്ങാന്നൊക്കെ. എവിടെ ഒരു ദിവസം സുപ്രഭാതത്തിൽ മുങ്ങും, പിന്നെ കാണത്തില്ല. അല്ല ശരിക്കും സാറേ അത് ഒന്നോ ചിലപ്പോഴേ രണ്ടോ പാട്ടുകൾ എടുത്തിട്ട് അത് അതിന്റെ 4-8 വരികൾ കൃത്യമായിട്ട് പാടാനൊന്ന് അതിനൊരു എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പാടാൻ പറ്റും. ഇപ്പൊ ഷീല മാമും ബീന പറ്റും. മാമും പിന്നെ ഉഷ മാമും എല്ലാം കൂടെ പാടി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഈണത്തില് ഒരു 5-6 പേര് പാടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. ഇപ്പൊ ഈ വേണുഗോപാൽ സാറൊക്കെ പാടി എങ്ങനെയാ? വേണുഗോപാൽ സാർ എല്ലാം ഈ കേട്ട് മനസ്സിലാക്കി പാടുന്ന, ഞാനും അങ്ങനെ തന്നെയാണ് പാടുന്നത്. അപ്പൊ റോയ് സാർ പറഞ്ഞ അതേ ആ കോൺസെപ്റ്റ് തന്നെയാണത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ആ പാടിയെടുക്കാം പോവാം. പക്ഷെ അതിന് നമ്മൾ ഇച്ചിരി മെനക്കെടണം. ഒരാഴ്ചയില് ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലും നമ്മളിങ്ങനെ ഈ പാടാനായിട്ട് 1 മണിക്കൂർ കണ്ടെത്തണമെങ്കിൽ നമുക്ക് പാട്ട് പഠിക്കാം. അല്ലേ ഷാബു സാറേ? അതെ തീർച്ചയായിട്ടും. നമ്മളിപ്പോ ആദ്യമായിട്ട് ഇവിടെ സ്ക്രീനിൽ വരികൾ കണ്ട് അതിന്റെ മീറ്റർ എവിടെയാ അതിന്റെ എവിടെയാ നിർത്തേണ്ടത് ഒന്നും അറിയില്ല. ഇതന്നെ ചെറുതായിട്ട് അങ്ങനെ അതിങ്ങനെ നോക്കി നിന്നിട്ട് പാടുന്നത്. അപ്പൊ ഇത് പാടത്തിന്റെ അല്ല സാറിനി അടുത്തടുത്ത് ഏതാ ഇടാൻ പോകുന്നതെന്നോർത്ത് പേടിച്ചായിരിക്കുന്നത്. ഈ പാട്ട് ഞാൻ വിചാരിച്ചു ഞാനിന്റെ നിങ്ങൾ പറഞ്ഞ മാതിരി ആദ്യത്തെ 2 പേര് എനിക്കറിയുള്ളൂ. ഇപ്പൊ ഇതിൽ വരുമ്പോഴാണ് ഞാനും പാടി നോക്കണത്, ഞാനും പാടാത്ത പാട്ടുകൾ അതൊക്കെ. അങ്ങനെയുള്ളൊരു കാര്യേ കേൾക്കും പാടുന്ന ചക്രശ്വാസം വലിക്കണത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടി പറ്റാൻ പറ്റുന്ന യേശുദാസ്, പിന്നെ ചിത്രമാം, സുജാത അവരൊക്കെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. പിന്നെ സാബു സാറിനും പറ്റൂ, അത്ര തന്നെ. അയ്യോ. പിന്നെ നമ്മുടെ രാജശില്പി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, രാജശില്പി. രാജശില്പി എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഈശായ ഭൂമീശായ നമഃ അത് ഭയങ്കര ഒരു പാട്ട്. ഗൗരീശായ നമഃ ഈശായ നമഃ ഭുവനീശായ നമോ നമഃ മറയുന്നു അറിയാത്തതെന്തേ അറിയാത്തതെന്തേ. ഭാനുപ്രിയ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്, കണ്ടോ പടം പാദമുദ്ര? അയ്യോ പിന്നെ സാറേ രാജശില്പി അല്ലേ അത്? ശില്പി കടമെടുത്ത പോലെയാണല്ലോ ഭാനുപ്രിയയുടെ ആകാരപരിയൊക്കെ. അപ്പൊ ഓക്കെ സാറേ, താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? സി യു. അപ്പൊ താങ്ക് യു ഷാബു സാർ, ഷീല മാം. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. വിൻസെന്റ് സാർ പാട്ട് പാടിയില്ല കേട്ടോ. വിൻസെന്റ് സാർ പാട്ട് പാടിയില്ല, ചുമ്മാ താങ്ക് യു എന്ന് പറഞ്ഞു. ഇത് എനിക്ക് പറ്റിയ അതല്ല, ഈ വേടന്റെ പാട്ട് വല്ലതും വരികയാണെങ്കിൽ ഞാൻ പാടും. അല്ല, അത് കൊണ്ടുവരണം, അത് കൊണ്ടുവന്ന് പാടണം. പാടാം. 2 പേരും പാടിയാ മതി, ഇല്ലെങ്കിൽ നമ്മള് ഡിസ്മിസ് ചെയ്യും. അടുത്ത പാടാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ.